നമസ്കാരം. ശ്രീരകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ജൂലൈ മാസം 1-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. മറ്റൊരു പുതിയ മാസത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ശ്രേഷ്ഠമായ ഫലങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ്. കർമ്മമേഖല നേട്ടം, ധനപരമായ ഉയർച്ച, ഉന്നത ഉദ്യോഗ ലബ്ധി, ദാമ്പത്യ വിജയം, വിവാഹിതരാകാൻ പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വിവാഹം കാത്തിരിക്കുന്ന ആളുകൾക്ക് ഉത്തമ ഇണയെ ലഭിക്കാനുള്ള യോഗം എന്നിവയൊക്കെയും ഈ ജൂലൈ മാസത്തിൽ വന്നു ചേരുന്നതാണ്. 12 നക്ഷത്രക്കാർക്ക് നിരവധി നേട്ടങ്ങളുമായിട്ടാണ് ജൂലൈ മാസം വന്നു ചേരുന്നത്. മാനസികമായി ഉന്മേഷം, മാനസികമായ ഒരു ആരോഗ്യം വന്നു ചേരുന്ന അവസ്ഥ, ടെൻഷനുകൾ അകന്നു മാറുന്ന സമയം. ടെൻഷനുകൾ അകലുമ്പോഴാണ് മാനസികമായി നിങ്ങൾക്ക് ഒരു സന്തോഷം, സമാധാനം എന്നിവ വന്നു ചേരുന്നത്. 12 നക്ഷത്രക്കാർക്ക് വളരെ നേട്ടമുണ്ടാകുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നതാണ്. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. അല്പം ശ്രദ്ധിക്കുക കൂടി വേണം എന്നതൊഴിച്ചാൽ വേറെ ഒരുവിധ ബുദ്ധിമുട്ടുകളും ജൂലൈ മാസത്തിൽ ഈ 12 നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയില്ല. നാളെ ജൂലൈ 1 നാളത്തെ ദിവസം 1 രൂപ നാണയം വിളക്കിന് മുന്നിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വയ്ക്കുന്നതും, അതേപോലെ തന്നെ അമ്മയുടെ പക്കൽ നിന്ന് 1 രൂപ നാണയം, അതായത് ഒറ്റ തുട്ടായിട്ടുള്ള 1 രൂപ നാണയം വാങ്ങി നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നതുമൊക്കെ ഉത്തമമായ ഫലങ്ങൾ നൽകും. മാതാവിൽ നിന്ന് സ്വീകരിക്കുക, മറ്റാരിൽ നിന്നുമല്ല, മാതാവിൽ നിന്ന്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മകളെല്ലാം കാക്ഷിക്കും. നമ്മളെപ്പോഴും ഭാഗ്യത്തോടെ ഇരിക്കണം, നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം, ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ മാതാവിൽ നിന്ന് വാങ്ങുന്നത് ഏറ്റവും അധികം ശ്രേഷ്ഠമായ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരുന്നതാണ്. മാതാവിൽ നിന്നും പിതാവിൽ നിന്നും വാങ്ങാമെങ്കിലും മാതാവിൽ നിന്ന് വാങ്ങുന്നത് ഏറ്റവും അധികം നിങ്ങൾക്ക് ഭാഗ്യദായകമായി മാറുന്നത് കൂടിയാണ്. അപ്പോൾ 1 രൂപ നാണയം അങ്ങനെ വാങ്ങി പേഴ്സിൽ സൂക്ഷിക്കുക. അത് ചിലവാക്കാനൊന്നും പോകരുത്. പേഴ്സിൽ സൂക്ഷിച്ചാൽ ചിലപ്പോൾ അത് ചിലവായി പോകാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ പണപ്പെട്ടിയിൽ, അതായത് നിങ്ങളുടെ അലമാരയിൽ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞു വയ്ക്കാം, അല്ലെങ്കിൽ അല്ലാതെ തന്നെ വയ്ക്കാവുന്നതാണ്. അപ്പോൾ അത് അമ്മയിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ അതോടൊപ്പം ഒരു തുളസി കതിർ കൂടി വെച്ച് സ്വീകരിക്കുക. അതും നിങ്ങൾ ആ പണപ്പെട്ടിയിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കുക. ഒരു പുതിയ മാസത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മലയാള മാസമല്ല, ഇംഗ്ലീഷ് മാസം ജൂലൈ 1 എങ്കിൽ പോലും പുതിയൊരു പുതിയൊരു മാറ്റമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം നമ്മളിലേക്ക് എത്തുന്നതിന് കൂടി ഈ നാണയം സ്വീകരിക്കുന്നതിലൂടെ സാധ്യമാകും. ഇവിടെ 12 നക്ഷത്രക്കാർക്ക് നാളെ ജൂലൈ 1, 2025 ചൊവ്വാഴ്ച ദിവസം മാറ്റത്തിൻ്റെ സമയമാണ്. ആ 12 നക്ഷത്രക്കാർ ആരൊക്കെയാണ്, ഇതൊക്കെ മാറ്റങ്ങൾ വന്നു ചേരും എന്നതിനെക്കുറിച്ച് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്ന ദിവസം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു മാസം തുടങ്ങുകയാണ്. കഠിന അധ്വാനത്തിന് ഫലം ലഭിക്കും. അതായത് കഠിനമായി അധ്വാനിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, പക്ഷേ ഉദ്ദേശിക്കുന്ന മാർക്കുകൾ കരസ്ഥമാക്കാൻ പറ്റുന്നില്ല. ജോലി ചെയ്യുന്നവരാണെങ്കിൽ കഠിനമായി ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ചിലവ് അധികരിക്കുകയാണ്, വരവ് കുറയുകയും ചെയ്യുന്ന അവസ്ഥ. അതിനൊരു മാറ്റം വന്നു ചേരുന്നതാണ്. ഒരു മാനസിക ഉല്ലാസം, മാനസിക സന്തോഷം ഒക്കെ ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് നാളത്തെ ദിവസം മാനസികമായി സന്തോഷിക്കാൻ തക്കവണ്ണമുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഏത് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരിക്കാൻ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാൻ, ആ കാര്യമൊന്ന് ശ്രദ്ധിക്കുക. നാളത്തെ ദിവസം എന്തെങ്കിലും ദാനം ചെയ്യുന്നതൊക്കെ വളരെയധികം ഫലം ചെയ്യുന്നതാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് അന്നദാനത്തിന് അരി വാങ്ങിച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സമർപ്പിക്കാവുന്ന, അല്ലെങ്കിൽ പണമായിട്ടായാലും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഒന്നും പറ്റുന്നില്ലെങ്കിൽ 1 രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് വഞ്ചിയിലെങ്കിലും സമർപ്പിക്കുക. അത് ദാനത്തിൻ്റെ ഒരു ഫലം വളരെയധികം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കും. കൂടാതെ നാളത്തെ ദിവസം ക്ഷേത്ര ദർശനം നിങ്ങൾ തീർച്ചയായും നടത്തുന്നത്, ഒരു പുതിയ മാസമാണ്. അപ്പോൾ ക്ഷേത്ര ദർശനം നടത്തി ഒരു അർച്ചനയൊക്കെ കഴിപ്പിച്ച്, ഒരു കുടുംബാർച്ചനയായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഒരു അർച്ചനയൊക്കെ കഴിപ്പിക്കുന്നത് വളരെയധികം മാറ്റങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കുക. ഒരു മാസക്കാലം നമ്മൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് സഹായിക്കുന്നതാണ്. ഒരു ആരംഭമാണ്. ഓരോ മാസം തുടങ്ങുമ്പോഴും അത് പുതിയൊരു ആരംഭത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ തീരുമാനങ്ങളൊക്കെ ശരിയായി എടുക്കുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം വേണം. എല്ലാം കൃത്യമായി ചെയ്തു തീർക്കുന്നതിന്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം പൂർണ്ണതയിൽ എത്തിക്കുന്നതിനൊക്കെ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം അത്യാവശ്യമാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ അന്നേ ദിവസം
പ്രാർത്ഥനകൾ നടത്തണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല കാര്യങ്ങൾ ശ്രവിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വളരെ നല്ലൊരു മാറ്റത്തിൻ്റെ സമയമാണ്. പ്രത്യേകിച്ച് നാളത്തെ ദിവസം ശുഭകരമായ ചില വാർത്തകളൊക്കെ ശ്രവിക്കാനുള്ള, ചില ജോലിയുടെ ഓഫറുകളൊക്കെ വന്നു ചേരാനൊക്കെയുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അപ്പോൾ നാളത്തെ ആ ഒരു സുദിനം തുടങ്ങുമ്പോൾ ക്ഷേത്ര ദർശനത്തോടു കൂടി ആരംഭിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഫലമുണ്ടാകുന്നതാണ്. മകയിരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം മുക്കാൽ വരുന്ന മിഥുനം രാശിക്കാർക്കും ഭാഗ്യത്തിൻ്റെ സമയം തുടങ്ങുന്നു. നാളെ മുതൽ നേട്ടത്തിൻ്റെ സമയം തുടങ്ങുന്നു. സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റമുണ്ടാകുന്ന സമയം, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്ന സമയം, സാമ്പത്തികമായി വളരെ വലിയൊരു മാറ്റം ഉണ്ടാകും. കിട്ടാതെ ഇരിക്കുന്ന ധനങ്ങൾ പല മേഖലയിൽ നിന്ന്, അത് ചിലപ്പോൾ ലോണായിട്ടുള്ളതാകാം, അല്ലെങ്കിൽ കടം കൊടുത്തിട്ടുള്ള കിട്ടാതെ ഇരിക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ശമ്പളം എന്തെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാത്തയാകാം. അങ്ങനെ ഏതായാലും നിങ്ങൾക്ക് കിട്ടേണ്ടതായ ധനം നിങ്ങളിലേക്ക് എത്തിച്ചേരും. ആരോഗ്യപരമായും വളരെ നല്ലൊരു മാറ്റത്തിൻ്റെ ദിവസം കൂടിയാണ്. കുട്ടികൾ മുഖേന, അതായത് മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള വാർത്തകളൊക്കെ വന്നു ചേരും. ഒരുപാട് നാളെ കുട്ടികളില്ലാതെ തോർത്ത് വിഷമിക്കുന്ന ദമ്പതികൾക്കാണെങ്കിലും ശുഭകരമായ വാർത്തകളൊക്കെ ശ്രവിക്കാനും ചികിത്സ ഫലവത്താകുന്ന സമയം കൂടിയാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. മാറ്റമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇപ്പോൾ ഇതുവരെ ദാമ്പത്യ ജീവിതത്തിൽ ആ കല്ലുകടികൾ, പ്രശ്നങ്ങൾ മുഖത്തോട് മുഖം നോക്കിയാൽ എന്തെങ്കിലും ചെറിയ കാര്യത്തിനാണെങ്കിലും വഴക്ക്, പ്രശ്നങ്ങൾ, അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറും എന്നതാണ് ദാമ്പത്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മാറ്റം നിങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളുടെ സ്വഭാവത്തിൽ പോലും ചിലപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാകും. എന്തെന്നാൽ ഇതുവരെ ഉള്ള ചില ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ച് ഒരു പുതിയ മനുഷ്യനായി ഒരു സാമ്പത്തിക ഉന്നതിയിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നാളത്തെ ദിവസം മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നതുമൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായിരിക്കും. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കും ഭാഗ്യം ഇരട്ടിക്കുന്ന ഒരു സമയവും ഒരു മാസവും ദിവസവും ഒക്കെ നാളെ മുതൽ ആരംഭിക്കുകയാണ്. നാളത്തെ ദിവസം ശുഭകാര്യങ്ങൾക്ക് ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ ഏത് കാര്യങ്ങൾക്കും നാളത്തെ ദിവസം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. നാളത്തെ ദിവസം ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്നതാണ്. അത് വിജയത്തിലെത്തുന്നതാണ്. നാളത്തെ ദിവസം എന്തെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിലും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ കാര്യത്തിൽ വിജയം കരസ്ഥമാക്കാനും സാധിക്കും. സാമ്പത്തികമായൊരു സുരക്ഷിതത്വം ഉണ്ട്. അതായത് നാളത്തെ ദിവസം എന്തെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ അത് മുഖേന നിങ്ങൾക്ക് ജോലി ഉറപ്പായി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി സുരക്ഷിതത്വമാകും എന്നതുകൂടിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മാറ്റത്തിൻ്റെ സമയം തുടങ്ങുന്നതാണ്. ആരോഗ്യപരമായ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ നിലനിന്നിരുന്ന ആളുകൾക്കും മാറ്റത്തിൻ്റെ സമയം തന്നെയാണ്. ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. പുതിയൊരു മാസം ആരംഭിക്കുകയാണ്. അത് നാളത്തെ രാവിലെ തന്നെ പ്രഭാതത്തിൽ തന്നെ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ അത് വളരെയധികം ഉത്തമം. ഈ പ്രഭാതത്തിൽ സാധിക്കാത്ത ആളുകളാണെങ്കിൽ വൈകിട്ടായാലും മതിയാകും. എന്നാലും നാളത്തെ ദിവസം ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഫലവത്താകുന്നതാണ്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്കും വ്യക്തിഗതമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാറ്റത്തിൻ്റെ മാസം തന്നെയാണ് ഈ ജൂലൈ മാസം. നല്ല ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാൻ സാധിക്കും. ശുഭകരമായ ഫലങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൈപിടിച്ചുയർത്താൻ, അല്ലെങ്കിൽ നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോയി അഡ്വൈസൊക്കെ പറഞ്ഞ് നിങ്ങളെ നേരെ ആക്കിയെടുക്കുക, അതായത് നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഒരു സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ. അങ്ങനെയുള്ള ചില വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാനും ചില വ്യക്തികളുടെ ആ ഒരു സഹായഹസ്തം നിങ്ങളിലേക്ക് എത്താനുമൊക്കെ ഈ ജൂലൈ മാസത്തിൽ സാധിക്കുന്നതാണ്. ആഗ്രഹപൂർത്തീകരണത്തിൻ്റെ സമയമാണ്. ദേവീക്ഷേത്ര ദർശനം നടത്തിയ ആഗ്രഹങ്ങളൊക്കെ അമ്മ മഹാമായയോട്, അമ്മ പരാശക്തിയോട് അപേക്ഷിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. അതുമാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഉള്ള ഏക വഴി. നല്ല സമയമായതിന് അമ്മ പരാശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും വിഫലമായി പോവുകയില്ല. അത് ഫലവത്തായി തന്നെ എത്തിത്തീരും. നല്ലൊരു സമയത്തിലേക്കാണ് എത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജൂലൈ മാസത്തിൽ കൈപിടിച്ച് നിങ്ങളെ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ തക്കതായ ചില ആളുകളുടെ, അല്ലെങ്കിൽ അതിൽ ഒരു കൂട്ടം ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഒരാളായിരിക്കും. അങ്ങനെയുള്ള ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം തന്നെയാണ്. ഒരു മാറ്റത്തിൻ്റെ സമയം തന്നെയാണത്. നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ. നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ മാറ്റം വന്നു കഴിയുമ്പോൾ രേഖപ്പെടുത്തുക. നല്ലൊരു സമയമാണ്. ദേവീക്ഷേത്ര ദർശനം മറക്കണ്ട. അത് പ്രത്യേകിച്ച് നാളത്തെ ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തി ഒരു അർച്ചനയൊക്കെ കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. 1 രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് പഞ്ചിയിൽ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക. വളരെ മാറ്റമുണ്ടാകും. ഒരു മാസക്കാലം ഒരുവിധ ബുദ്ധിമുട്ടുകളും എന്നെ ബാധിക്കല്ലേ, അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അമ്മ പരാശക്തി അത് മാറ്റിത്തരണേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കും. നല്ലൊരു സമയമാണ്. അടുത്തൊരു മാസം തുടങ്ങുകയാണ്. ഭാഗ്യത്തിൻ്റെ സമയമായി തന്നെ വരുന്നതായിരിക്കും.